അത്രേ ഉള്ളൂ. ഇതാ കഴിക്കടാ. സുരേന്ദ്ര, എന്താ ഈ നേരത്ത്? നീ എന്താണ് പതിവില്ലാതെ? എന്താടാ? ഇന്നലെ വൈകിട്ട് 5 മണിയോടെ അടുത്ത് നമ്മുടെ മുത്തശ്ശി പോയി. ഞാൻ അപ്പം തന്നെ ഏട്ടനെ വിളിച്ചിരുന്നു. കുഞ്ഞോളടുത്ത് ഫോൺ എടുത്തത്. എന്തോ തിരക്കിലാണ്, അറിയിച്ചേക്കാന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ചടങ്ങ് തുടങ്ങും വരെ ഞങ്ങളെല്ലാവരും ഏട്ടനെ പ്രതീക്ഷിച്ചു. ബുധനാഴ്ചയാണ് സഞ്ചാരം. ഏട്ടൻ വരണം. ആ കർമ്മങ്ങളെങ്കിലും ഏട്ടൻ ചെയ്യണം. ഇന്നലെ സുരേന്ദ്രൻ വിളിച്ചിരുന്നോ? ഏത് സുരേന്ദ്രൻ? ഏതൊക്കെ സുരേന്ദ്രൻ നിനക്കറിയാം? എന്റെ അനുജൻ സുരേന്ദ്രൻ. ഓ, ആ സുരേന്ദ്രൻ. ഇന്നലെ വിളിച്ചിരുന്നു. പഞ്ചായത്ത് മീറ്റിംഗിലായിരുന്നു. എന്തോ മുത്തശ്ശിക്ക് എന്തോ പറ്റിയെന്നോ. എന്റെ മുത്തശ്ശി മരിച്ചു. അത് നീ എന്നോട് പറഞ്ഞില്ല. ഇതിന് മാത്രം എന്ത് തെറ്റാടി എന്നോട് ചെയ്തത്? മരിച്ചുവരും മരിച്ചു. ഇനി നിങ്ങളായിട്ട് അങ്ങോട്ട് ഓടി ചെന്നിട്ട് എന്തിനാ? ബന്ധങ്ങളുടെ വില നിനക്കറിയില്ല. അതറിയുന്ന ഒരു കാലം വരും. നിങ്ങളുടെ കുടുംബക്കാരുമായിട്ടുള്ള ബന്ധമല്ലേ, അതെനിക്ക് അറിയണമെന്നില്ല. യുവർ ഓണർ, ഒരു ഇന്റർലോക്യൂട്ടറി ആപ്ലിക്കേഷൻ വഴി എന്റെ എതിർഭാഗം വക്കീൽ എന്റെ കക്ഷി സജീവന്റെ പേരിൽ ആകെയുള്ള സ്വത്തായ 5 സെന്റ് സ്ഥലം കച്ചവടം നടത്താനോ ലോൺ എടുക്കാനോ പറ്റാത്ത രീതിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അത് എന്തിനാണെന്ന് എതിർഭാഗം വക്കീൽ വ്യക്തമാക്കണം. കൂടാതെ എന്റെ കക്ഷി മാനസികമായി ഡിവോഴ്സിന് തയ്യാറായിട്ടില്ല. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം എന്ത് ക്രൂരതയാണ് എന്റെ കക്ഷി ഭാര്യയോട് കാണിച്ചതെന്നും വ്യക്തമാക്കണം. ആക്ച്വലി അവരാണ് എന്റെ കക്ഷിയെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ വെഹിമെന്റ്ലി ഒപ്പോസ് ദിസ് സബ്മിഷൻ, യുവർ ഓണർ. ഒരു സാധാരണ സ്ത്രീയായ എന്റെ കക്ഷിയാണ് ഇവിടെ മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നത്. നിത്യരോഗിയും പൂർണ്ണ മദ്യപാനിയുമായ സജീവന് ഇന്നേ വരെ എന്റെ കക്ഷിയെ ലൈംഗികമായി തൃപ്തിപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഒബ്ജക്ഷൻ, യുവർ ഓണർ. ഒരു പുരുഷൻ എന്ന നിലയിൽ എന്റെ കക്ഷിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ആരോപണങ്ങളാണ് എതിർഭാഗം വക്കീൽ ആരോപിക്കുന്നത്. പുരുഷത്വത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് ഇവിടെ കേസ് ജയിക്കാൻ ശ്രമിക്കുന്നത് സ്ഥിരം നാടകങ്ങളാണ്. എന്റെ കക്ഷി ഒരു ആക്സിഡന്റിൽ വൃക്ക മാറ്റി വെച്ചതൊഴിച്ചാൽ പൂർണ്ണ ആരോഗ്യവാനാണ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് വക്കീലൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. യുവർ ഓണർ, എന്റെ കക്ഷി സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കോടതി അവതരിപ്പിച്ചതേ ഉള്ളൂ. കേസ് ജയിക്കണമെങ്കിൽ ഇതും ഇതിലപ്പുറം പറയണമെന്ന് വക്കീൽ പറഞ്ഞിട്ടില്ലേ? യുവർ ഓണർ, ഇവിടെ സ്ത്രീ സംരക്ഷണം അനിവാര്യമാണ്. പക്ഷേ ഇത്തരം നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളും സംഭവങ്ങളും സമൂഹത്തിൽ കൂടി വരുന്നത് കോടതി ശ്രദ്ധിക്കണം. ലൈംഗിക അരാജകത്വം കൊണ്ടോ സാമ്പത്തിക വലിപ്പച്ചെറുപ്പം കൊണ്ടോ രോഗപീഠ കൊണ്ടോ ഭാര്യയിൽ നിന്നും ഭാര്യ വീട്ടുകാരിൽ നിന്നും അവഗണനയും പീഡനവും നേരിടുന്ന പുരുഷന്മാരുടെ എണ്ണവും ഈ സമൂഹത്തിലുണ്ട്. പക്ഷേ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരുടെ എണ്ണം കുറവായിരിക്കാം. പക്ഷെ നിയമം എപ്പോഴും സ്ത്രീകൾക്കാണ് മുൻഗണന നൽകുന്നത്. പുരുഷന്മാർക്കും നീതി ലഭിക്കണ്ടേ? എന്റെ കക്ഷി സജീവന്റെ മുൻകാല ജീവിതമെങ്കിലും പരിഗണിച്ച് ഇത്തരം മനുഷ്യത്വരഹിതമായ ആരോപണങ്ങളിൽ നിന്നും എതിർകക്ഷി ദയവ് ചെയ്ത് പിന്മാറേണ്ടതാണ്. ശ്രീ സജീവിനെ കുറിച്ച് നിങ്ങളുടെ വക്കീൽ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ബിജിമോൾക്ക് എന്താ പറയാനുള്ളത്? അയ്യോ, മോളെ. 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 എന്തായി ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല.
കൺഗ്രാറ്റ്സ്. വൈഫ് പ്രഗ്നന്റ് ആണ്. അയ്യോ ഞാൻ വക്കീല. ആഹാ, ഹസ്ബൻഡ് വക്കീലാണോ? അയ്യോ അല്ല, ഇത് ഞങ്ങളുടെ കുടുംബ വക്കീല. ഓക്കെ. ഇവളുടെ ഹസ്ബൻഡ് പുറത്താ. എനിവേ, അയാൾക്കും കൺഗ്രാറ്റ്സ്. വക്കീലൊന്ന് പുറത്തു പോയി, ഒന്ന് പുറത്തു പോയിരിക്കാൻ. ഓക്കെ. ബിജുമോക്ക് എന്ത് പറ്റിയതാ? കൺഗ്രാചുലേഷൻസ്. മിസ്സിസ് പ്രഗ്നന്റാ. വക്കീലേ, വക്കീലിന്റെ വാദം പൊളിഞ്ഞു പോയില്ലേ? എത്ര പൊളിക്കാൻ നോക്കിയാലും പൊളിയാത്തൊന്നുണ്ട്, രക്തബന്ധം. ജിജി, ഇനി ഈ അവകാശവും പറഞ്ഞ് ഇവളുടെ ജീവിതത്തിലേക്ക് വരാമെന്ന് നീ വിചാരിക്കണ്ട. ഇവളെ നിനക്ക് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. പാടി. ആ തള്ളയ്ക്ക് പ്രാന്താണ്, നമുക്ക് വഴിയുണ്ടാക്കാം. സജീവേട്ട, സന്തോഷമായി സജീവേട്ട. ദൈവം നമ്മുടെ കൂടെയാ. ഇത് സജീവേട്ടന് വന്ന ഇനി ഇതെന്താ? തിരിച്ച് ജോലി കയറുള്ള ലെറ്ററാ. പോയി. സന്തോഷമായില്ലേ? എല്ലാം അടിപൊളിയാകുന്നതിന്റെ സൂചന ഒന്ന് കൂട്ടിയാൽ മതി. ഗുഡ് മോർണിംഗ് സാർ. അപ്പോൾ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. സാറേ, എറണാകുളത്തേക്കുള്ള ബസ് 10:20. ഏറ്റുമാനൂർ വഴി കോട്ടയത്ത് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് സ്റ്റാൻഡിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ പുറപ്പെടുന്നതാണ്. സജീവൻ ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്നറിഞ്ഞ സന്തോഷത്തിൽ ബിജിമോളുമായിട്ടുള്ള കേസ് ഞാനങ്ങ് പിൻവലിച്ചു. ബിജിമോൾ സുഖമായിട്ടിരിക്കുന്നു സജീവ? ഇയാളെന്തൊരു സാധു മനുഷ്യനല്ലേ ചേട്ടാ? അതുകൊണ്ടിപ്പോ ഇങ്ങനെ അനുഭവിക്കണേ. ഹലോ സജീവ, ആച്ചാ, നീ ഒരു അച്ഛനായി. മോളാ മോള്, നീ ഒന്ന് വേഗം വാ. ശരി അച്ഛനാ വരുന്നു. സാർ, എനിക്കൊരു പെൺകുട്ടി ജനിച്ചു. ഒരു സന്തോഷ വാർത്തയുണ്ട്. എനിക്കൊരു പെൺകുട്ടി ജനിച്ചിരിക്കുന്നു. സാർ, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് കൺഗ്രാജുലേഷൻ. എനിക്ക് കൺഗ്രാറ്റ്സ്. താങ്ക് യു സാർ. അമ്പിളിപ്പൂ കണ്ട് ചിരിച്ച് സിസ്റ്റർ ബിജിമോള് ഫസ്റ്റ് ഫ്ലോർ. അമ്മേ, കുഞ്ഞിനെ കാണാം. കുഞ്ഞോ? ആരുടെ കുഞ്ഞ്? കുഞ്ഞിനെ കാണണമെന്നൊക്കെ പറഞ്ഞ് ഈ പരിസരത്ത് കണ്ടുപോരുത്. അത് തീരുമാനിക്കുന്ന അമ്മയാണോ? ബിജിമോള് പറയട്ടെ. ബിജി തന്നെയാ പറഞ്ഞത് നിന്നെ എവിടെയെങ്കിലും കണ്ടുപോരുതെന്ന്. ദേ, ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണ് ഭാവമെങ്കിൽ കോടതി കേസ് നടക്കുന്ന കാര്യം നിനക്ക് അറിയാലോ. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു പരാതിയും കൂടെ പോലീസിന് കൊടുക്കും. എന്നെ കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കണ്ടെങ്കിൽ ഇറങ്ങി പോടാ. ഇതിനെ കാണാം. അതെ ചേച്ചി, വില കുറച്ച് കൂടുതലാണെന്നാണല്ലോ ഇങ്ങനെ പറയണേ. എന്നാ പോത്ത് അവിടെ നിക്കട്ടെ. ജോസ് പോ, വേറെ കച്ചവടക്കാർ. എന്നാ വാർത്താനാ ചേച്ചി പറയുന്നത്? ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നല്ലേ, ഒരു ഒന്നിനാണെങ്കിൽ ഉറപ്പിക്കാം. 1.25 ഒരു പൈസ ഉറക്കാൻ പറ്റില്ല. നിങ്ങളോടല്ലേ പൊക്കോളാൻ പറഞ്ഞത്? ചേച്ചി, അതെ ചേട്ടാ, ഇതിനെ അറക്കാനാ കൊണ്ടുപോകുന്നതെന്ന് ചേച്ചിയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാവോ? കൊല്ലാനാ കൊണ്ടുപോകുന്നതെന്ന് പോത്തിനെ വേണേ പറഞ്ഞ് മനസ്സിലാക്കാം. ചേച്ചി നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഓ ജോസേട്ടാ, നിങ്ങൾ എന്നാടാ? 1.25 1.25 നമുക്ക് തുറപ്പിക്കാം. ഒരു 25 അങ്ങോട്ട് വേണ്ടി കൊടുത്ത്. അല്ലേ വേണ്ട, ചേച്ചി എന്നെ ഉണ്ടിക്കോ, മൊത്തം ഉണ്ട്. എന്നാ ശരി, പോത്തിനെ കൊണ്ടാ ഞങ്ങൾ അടുത്ത ആഴ്ച വന്നേക്കാം.